Glory be to the Father, and to the Son, and to the Holy Spirit. A very warm welcome to all of you on behalf of the Diocese of Southwest America. എലിസബത്ത് ആൻറ്റി നാട്ടിൽ നിന്നാണല്ലോ ജോയിൻ ചെയ്യുന്നത്. ആൻറ്റിക്ക് അവിടെ ബുദ്ധിമുട്ടായി, ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അവിടെ മഴ കാരണം. അതുകൊണ്ട് ആണ് സമയത്തിന് ആൻറ്റിക്ക് കണക്റ്റ് ആവാൻ പറ്റിയില്ല. So instead of Elizabeth Auntie, I'll take over for today. So continuing with our prayers for today, we thank the Lord for giving us this opportunity to come together in His name. ഇന്നത്തെ prayer തുടങ്ങാനായിട്ട് I request Isaac Prakash Achin to do the opening prayers. Let's pray. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നും എന്നേക്ക് തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിവെന്നും തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. മഹാപരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹീതമായൊരു പകൽക്കാലം നിങ്ങൾക്ക് വീണ്ടും ഉണർന്നെഴുന്നേറ്റ് തന്നെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയുടെ അപാരമായ നന്മകൾ തിരിച്ചറിയുവാനും ഈ പ്രപഞ്ചത്തിലെ അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശുഷ്കാന്തിയോട് ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വചനം സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ മകളെയും പരിശുദ്ധാത്മ നിറവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഭവനങ്ങൾ, ഞങ്ങൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന ദേവാലയങ്ങൾ, നയിക്കുന്നതായ അഭിഷിക്തന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, രോഗത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ധാരാളം പേർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവരെയും ജീവിതത്തിൻ്റെ പല അംശങ്ങളും ഒരിക്കൽ പോലും സാധിച്ചു കിട്ടാത്തതിൽ വ്യസനം കൊണ്ട് മനം നൊന്ന് കഴിയുന്ന പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ചികിത്സാ കേന്ദ്രങ്ങൾ, ചികിത്സാലയങ്ങൾ, അവരെ ശുശ്രൂഷിക്കുന്നവർ, എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവർക്ക് ആവശ്യമായ കൃപകളെ സമൃദ്ധമായി ലഭിപ്പാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ശ്ലീബായുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള സമയം ധന്യമായി തീരണമേ എന്ന് പ്രാർത്ഥനയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങളുടെ യാചനയും അപേക്ഷയും കേൾക്കണമേ. Amen. Thank you, Acha. I once again welcome all. നമ്മുടെ ഇടയനായ ഇവാനുവസ് തിരുമേനി, നാട്ടിലുള്ള എ ബി എച്ച് വൈസ് പ്രസിഡന്റ്, ഡയസിഷൻ വൈസ് പ്രസിഡന്റ് എ ബി എച്ചിനെയും പ്രാർത്ഥനയിൽ ഓർത്തോണ്ടുകൂടി I welcome all our respected clergies who have joined today. എല്ലാ അമ്മമാർക്കും, all my dear sisters, all our elders, and especially Stiji Kochuma, who is joining us from Ireland. Kochumayum കൂടി ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഞാൻ എല്ലാവരുടെയും on behalf of everyone ഞാൻ സ്വാഗതം ചെയ്യുന്നു. To continue with the prayers, I request Ansu Matthew to sing a prayerful hymn for us. Can you hear me okay? Yes, we can, Ansu. Thank you. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താനി ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ.
ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Thank you, Ansu. കാത്തിരിപ്പിന്റെ ഈ ദിവസങ്ങളിൽ let us plead to the Lord to fill us with the Holy Spirit. May His grace be on us while we wait for the Holy Spirit. Thank you, Ansu. And next we have Jerin Varghese, who will lead us into the Bible reading portion for today. It will be taken from Acts chapter 19, verse 1 through 12. Good morning, everybody. Hope you can hear me properly. Yes, Jerin. Yes. Reading from Acts chapter 19, verses 1 to 12. Barakemor. Paul in Ephesus. While Apollos was in Corinth, Paul traveled through the interior of the province and arrived in Ephesus. There he found some disciples and asked them, "Did you receive the Holy Spirit when you became believers?" "We have not even heard that there is a Holy Spirit," they answered. "Well then, what kind of baptism did you receive?" Paul asked. "The baptism of John," they answered. Paul said, "The baptism of John was for those who turned from their sins, and he told the people of Israel to believe in the one who was coming with him, that is, in Jesus." When they heard this, they were baptized in the name of the Lord Jesus. Paul placed his hands on them, and the Holy Spirit came upon them. They spoke in strange tongues and also proclaimed God's message. They were about 12 men in all. Paul went into the synagogue and during 3 months spoke boldly with the people, holding discussions with them and trying to convince them about the kingdom of God. But some of them were stubborn and would not believe, and before the whole group they said evil things about the way of the Lord. So Paul left them and took the believers with him, and every day he held discussions in the lecture hall of Tyrannus. This went on for 2 years, so that all the people who lived in the province of Asia, both Jews and Gentiles, heard the word of the Lord. God was performing unusual miracles through Paul. Even handkerchiefs and aprons he had used were taken to those who were ill, and their diseases were driven away, and the evil spirits would go out of them. Barakimo. Thank you, Jerin. Thank you for that Bible reading portion. Now I request Isaac Achin to lead us into Koma and Prarthana. കർമ്മം ഞാൻ ചൊല്ലാച്ചാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 വിവരങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ എൻ്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ, മർത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേ. ഉയരങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേം പട്ടണത്തിൽ പാർക്കുവിനെന്നും പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്നും എടുക്കുകയും ചെയ്യുന്ന വേറൊരു ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായെ നിങ്ങൾക്ക് അയക്കുമെന്നും ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ മശീഹ തമ്പുരാനെ, നീ പിതാവിന്റെ അടുക്കൽ കരയേറുകയും ആകാശത്തിലും ഭൂമിയിലും സർവാധികാരവും നിനക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ ശേഷം പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അയച്ചതിനെ കൊണ്ട് അവരെ നിറച്ചതിനാൽ നിനക്ക് സ്തുതി. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരുടെ മേൽ വസിച്ചവരെ ജ്ഞാനമുള്ളവരാക്കുകയും അവരെ കൊണ്ട് പല ഭാഷകൾ സംസാരിപ്പിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, നിന്റെ വിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും എല്ലാവിധത്തിലും നിന്റെ മഹത്വങ്ങളെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ നാവുകളെ വെടിപ്പാക്കുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ ജീവനുള്ള വചനങ്ങളെ ധൈര്യത്തോട് ഘോഷിക്കുവാൻ നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങൾക്ക് സഹായമാകണമേ. നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങൾ വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വെടിപ്പും വിശുദ്ധിയുമുള്ള ആലയങ്ങളാക്കി തീർക്കണമേ. നിന്നെ ആരാധിക്കുന്നവരാൽ ഞങ്ങൾ നിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഐശ്വര്യപ്പെടുമാറാകണമേ. ഞങ്ങളെ നിനക്ക് കൊള്ളാവുന്ന വിശുദ്ധ പാത്രങ്ങളാക്കി തീർക്കണമേ. നിന്റെ വന്യ ഏവങ്കേലിയോൻ ഭൂലോകമൊക്കെയിലും പ്രസംഗിക്കപ്പെടുകയും നിന്റെ തിരുനാമം മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. Thank you, Tirumeni and Isaac Acha, for leading us into Coma. Tirumeni join ചെയ്തത് ഞാൻ കണ്ടില്ലായിരുന്നു. Thank you for joining our prayer today, Tirumeni. A very warm welcome on behalf of everyone who is here. Tirumeni, would you like to speak to us before we continue with our next part? ഞാൻ പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ പ്രസംഗിക്കുന്ന ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. അയർലൻഡിൽ നിന്ന് നമുക്ക് സന്ദേശം നൽകാൻ ആളുണ്ട്, കൊച്ചുമയുണ്ടെന്ന് അറിയുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. പുതിയൊരാത്മാവിനെ ലഭിക്കാനല്ല, ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ മാമോദീസയിലൂടെ ബോണഗെയിൻ പുതുജീവൻ പ്രാപിച്ചതിൻ്റെ പുതുക്കത്തിൻ്റെ അനുഭവത്തെ വീണ്ടും നവീകരിക്കാനുള്ള അനുഭവമാണ് ഈ പെന്തിക്കോസ്ത് നാടുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദിരജയും ഒക്കെ പ്രാപിച്ച് കാര്യസ്ഥനായ, പ്രത്യേകിച്ച് അമ്മമാരോട് സ്നേഹത്തോടെ പറയുന്ന ആധുനിക ലോകത്തിൽ അമ്മമാരൊക്കെ പറയുന്നു ആശ്വാസപ്രദനെ ലഭിക്കുന്നില്ല, കാര്യസ്ഥനായ കാര്യങ്ങൾ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഒരു സഹായി കൂടെ ഇല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം അതാണ്. ആശ്വാസപ്രദനായി കാര്യസ്ഥനായി നമ്മോടുകൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിലൂടെ ജീവിക്കുമ്പം സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകമായി പരിശുദ്ധാത്മാവെ ഞങ്ങൾ ശക്തീകരിക്കപ്പെടണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ പുതുതാക്കപ്പെടണമേ. പരിശുദ്ധാത്മാവെ നിനക്ക് സാക്ഷ്യമുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഒരുക്കണമേ.
പരിശുദ്ധ അമ്മയെ പോലെ ലോകത്തിന് മാതൃകയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ കാത്തിരിപ്പിൻ്റെ നാടുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ പെരുന്നാളുകൾ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളുകളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോട് ഓർക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയെ ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഇത്രയധികം ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുന്നതിൽ. തുടർന്നുള്ള മീറ്റിങ്ങുകൾ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാം. എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. Thank you, Tirmini. Thank you for those kind words. And we always know that your prayers and blessings are always with us, and especially during this waiting time when we are waiting for the Holy Spirit, as you said, renewing the Holy Spirit that is already in us. Thank you so much. Moving on to our next song by Shirley James. I request Shirley to unmute and sing a hymn for us. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ദൈവാരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. യേശുവേ കവിമോചകനെന്ന് വിശ്വമാകെയുദ്ഘോഷിക്കാൻ. യേശുവേ കവിമോചകനെന്ന് വിശ്വമാകെയുദ്ഘോഷിക്കാൻ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. ദൈവാരൂപിയേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ
Thank you, Shirley. Now it is time for us to hear the divine word from our elegant speaker for today. And let us pray before Kochima even starts to speak to us. Let us pray that God opens our hearts to first receive his divine teachings and help us to prepare and look forward to a new and renewed life through the Holy Spirit. We prayerfully acknowledge the presence of the Holy Spirit amongst us right now as we gather in prayer and in meditating his word. I now request Isaac Achin to introduce our speaker, Stiji Kochima, for today. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഈ പ്രെയർ ഫെലോഷിപ്പിന്റെ ചുമതലകൾ വഹിച്ചുകൊണ്ട് ഇതിനെ ഭംഗിയായി നയിക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛൻ, അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി, ഭാരവാഹികൾ, എലിസബത്ത് ആൻറ്റി, പങ്കെടുക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ന് മുഖ്യാതിഥിയായി നമ്മളോടൊപ്പം അയർലൻഡിൽ നിന്ന് പങ്കെടുക്കുന്ന സ്റ്റിജി കൊച്ചമ്മ, എല്ലാവരെയും ദൈവനാമത്തിൽ പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എബി അച്ഛൻ നാട്ടിൽ പോയ സന്ദർഭമായതുകൊണ്ട് വീണ്ടും ഒരു അവസരം കൂടി എനിക്കിതിൽ പങ്കെടുക്കാൻ നിർബന്ധമായി ദൈവം ഒരവസരം തന്നു. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ തന്നെ തിരുമനസ്സും ഇതിനോടൊപ്പം സംബന്ധിക്കുകയും ഒരാമുഖ വാക്കിലൂടെ നമുക്ക് എല്ലാ ആശംസകളും നന്മകളും നേർന്നതിന് തിരുമേനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഒരു പെരുന്നാൾ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച സന്ധ്യയിൽ, ദ ഫീസ്റ്റ് ഓഫ് അസെൻഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാമുഖ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ സ്വാഗതത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദ കംപ്ലീഷൻ ഓഫ് എർത്ത് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്. That is one of the most important thing of Ascension, the Feast of Ascension. ഒരു കാലഘട്ടം ഭംഗിയായി പൂർത്തീകരിച്ച് മറ്റൊരു അധ്യായം തുടങ്ങാൻ കർത്താവ് പോകുന്ന രംഗം. 2, the enthronement and authority that is received by Jesus Christ with God the Father. സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം വലതുഭാഗത്ത് നമുക്ക് വേണ്ടി എന്നും മധ്യസ്ഥത അണയ്ക്കുന്ന ദൈവപുത്രനെ അന്ന് മുതൽ നമ്മൾ മുഖാമുഖം കാണുകയാണ്. 3rd one, അങ്ങനെ മുഖാമുഖം കാണുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വി നീഡ് എ സ്പിരിറ്റ്, വി നീഡ് എ പവർ, ഓർ വി നീഡ് എ സ്ട്രെങ്ത്. ആ സ്ട്രെങ്തിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. എല്ലാ കൂദാശകളും പര്യവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ലഭിക്കാൻ ഒരു കാത്തിരിപ്പിന്റെ നാളുകളുടെ അവസാനത്തിൽ അത് ലഭ്യമാക്കുവാൻ ദൈവം ഒരുക്കിയ നാളുകളാണ് ദ ഡേയ്സ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് കമൻസ്ഡ് ഓൺ ദ ഫീസ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഓർ ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്. അത് ക്രൈസ്തവ സഭയുടെ ജനനം അല്ലെങ്കിൽ ഉടലെടുത്തതിൻ്റെ ആ ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ ആ കൂട്ടായ്മ ആരംഭം കുറിച്ചതിൻ്റെ ഒരു ദിവസം കൂടിയാണ്. ഒടുവിൽ പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു. ആ സ്ഥലം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ശക്തി പരിശുദ്ധാത്മാവിലൂടെയാണ്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മീനിങ് ഒന്നും തോന്നത്തില്ല. കുറച്ചുനാൾ ജീവിച്ചു, എന്നോ ഒരു ദിവസം നമ്മുടെ കണ്ണ് തിരുമി അടച്ചു. നമ്മളല്ല അടയ്ക്കുന്നത്, മറ്റാരോ നമുക്ക് വേണ്ടി അടയ്ക്കുക. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരമ്മ മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ മക്കളെല്ലാം അവിടെ നിൽക്കുന്നു. അമ്മയുടെ കണ്ണും മുഖവും ഒക്കെ അവർ മാറി മാറി ഇങ്ങനെ തടകുക. അമ്മയല്ല തടകുന്നത്, മക്കളും കൊച്ചുമക്കളും. ഈ ഒരു രംഗം ഒരു ദിവസം നമുക്കുണ്ടാകും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വസിക്കുവാൻ ഒരു പാർപ്പിടം ദൈവം സ്വർഗത്തിൽ ഒരുക്കുന്നു. ആ ചിന്തയെ ശക്തിപ്പെടുത്താനുള്ള ദിവസം കൂടിയാണ് ഈ ദിനങ്ങൾ. ആ ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് വേണ്ടി വചനം സംസാരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ്. അയർലൻഡിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അനു മാത്യു അച്ഛന്റെ ബസ്ക്യോമോ ഉടമ്പടിക്കാരിയായ സ്റ്റിജി സാമുവൽ. സാധാരണ പേരിൽ നിന്ന് വ്യത്യസ്തമാണ് സ്റ്റിജി. ഒരു ടീയും കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന് എനിക്ക് തോന്നി. സ്റ്റിജി കൊച്ചമ്മ അടൂർ ഭദ്രാസനത്തിലെ സെന്റ് ഗ്രിഗോറിയോസ് പെരിങ്ങനാട് ആ ദേവാലയത്തിലെ അംഗമാണ്. വിവാഹം കഴിച്ചത്
സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് കാർത്തികപ്പള്ളി അംഗമായ ബഹുമാനപ്പെട്ട അനുവച്ചനെയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്, പെൺകുട്ടികളാണ്, മിൽക്കയും മിയയും. അവരും അയർലൻഡിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 പേരെ എനിക്ക് കണ്ട് പരിചയമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ ഇന്ന് കേട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ദൈവകൃപയുടെ അപാരമായ നന്മയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വചനത്തിന്റെ പൊരുളുകളെ തിരിച്ച് തരുവാനൊക്കെ ദൈവം ശക്തിയും കൃപയും നന്മയും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഈ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ MMVSന്റെ ചുമതലപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വളരെ ഹൃദയമായി ശിജി കൊച്ചമ്മയെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഈ വചനം നമുക്ക് എല്ലാവർക്കും നന്മകളുടെ ഒരു പെരുമഴ ലഭിപ്പാനൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for the introduction. അഭിവന്ന തിരുമനസ്, അച്ഛന്മാര്, പിന്നെ എന്റെ വചനത്തെ കേൾക്കുന്ന ഓരോ അംഗങ്ങൾക്കും അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മൾ കേൾക്കുന്ന തിരുവചനങ്ങൾ പ്രാർത്ഥനയോടെയും പരിശുദ്ധാത്മാവിന്റെ ഉണർവോടെയും കേൾക്കാൻ കർത്താവായ ദൈവം നമ്മളെ ഏവരെയും ഒരുക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഏവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു തിരുവചനമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെയുള്ള ഒരു ചെറിയ അധ്യായമാണ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ വാക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വസ്തനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തിരുവചനങ്ങൾ തന്റെ ജനങ്ങളോടും ശിഷ്യന്മാരോടുമായി പങ്കിട്ട് ക്ഷീണിതനായി അവൻ വളരെ സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകുവാൻ തന്റെ ശിഷ്യന്മാരുമൊത്ത് വള്ളത്തിൽ കയറി അവൻ അതിന്റെ ഒരു ഭാഗത്ത് കിടന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ആണ് ഈ വേദവാക്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഈ നമ്മുടെ കർത്താവ് ആ വള്ളത്തിൽ കിടന്നുറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും പടകിലേക്ക് തിര തള്ളിക്കയറുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കുന്നു. അവിടെ കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടും ഇതൊന്നും വകവയ്ക്കാതെ അവൻ he was in a deep sleep during that time. ആ വള്ളത്തിന്റെ ഓരത്തിരുന്ന് ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരു സാഹചര്യം. ഇത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെടുന്നുണ്ട്. ഇത്രയോ ഏറെ ആർത്തിരമ്പുന്ന കടലിൽ കൊടുങ്കാറ്റടിച്ച് ആ വള്ളം മുങ്ങുവാനായി പോകുന്ന സാഹചര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു കുലുക്കവുമില്ലാതെ കർത്താവ് ആ വള്ളത്തിൽ കിടന്നുറങ്ങുന്നു. കുറെ കഴിഞ്ഞ് മുങ്ങുന്ന സാഹചര്യത്തിൽ അവൻ എഴുന്നേറ്റ് വന്ന് കടലിനെ ശാന്തമാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ശിഷ്യന്മാർ തന്റെ ഗുരുവിനെ വിളിച്ചുണർത്തുവാൻ ശ്രമിക്കുമ്പോഴും അവൻ അതൊന്നും ഉൾക്കൊള്ളാതെ ആ സാഹചര്യത്തിൽ അവൻ മയങ്ങുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടത്, കർത്താവിന് അറിയില്ലായിരുന്നു കൊടുങ്കാറ്റ് വരുമെന്നും ശിഷ്യന്മാർ നിലവിളിച്ച് കരയുന്നതും അവൻ അറിയാതെ ആണോ ഇരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ സാഹചര്യങ്ങളും ഇത് തന്നെയാണ്. ഉറപ്പായും അവൻ മുന്നമേ ആ വള്ളത്തിൽ കയറുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവൻ മുന്നേ തന്റെ പ്രശ്നങ്ങളെ അറിയുന്നവനാണ്. എങ്കിലും നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെയും നമ്മൾ പലപ്പോഴും പല പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ വരുമ്പോഴുമൊക്കെയും പതറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത്.
നമ്മുടെ ആവശ്യങ്ങൾക്ക് അവൻ തുറക്കുന്ന വാതിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നീ ചോദിക്കുന്നതിന് മുമ്പേ തരാത്തത് നമ്മുടെ വിശ്വാസത്തെ കൂടുതലായി അവൻ മനസ്സിലാക്കുവാനാണ്. ഒരാവശ്യം വരുമ്പോൾ മാത്രം നമ്മളൊക്കെയും കർത്താവിനെ ആഗ്രഹിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. ശിഷ്യന്മാർ അത്രയേറെ അവനെ വിളിച്ചപേക്ഷിച്ചിട്ടും അവൻ കണ്ണു തുറക്കാതെ അവൻ മയങ്ങുന്ന ആ സാഹചര്യത്തിൽ ആ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ അവിടെ നമുക്ക് തുറന്നു കാട്ടുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ കർത്താവായ ദൈവം അവരോടുകൂടെ ആ വള്ളത്തിൽ ഉണ്ടായിരുന്നിട്ടും അത് ആരെന്ന് തിരിച്ചറിയുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയി എന്നുള്ളത് നമുക്ക് കാണാം. അവരോട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ഇത് കേട്ടിട്ട് ഭയപ്പെട്ടിട്ട് കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നല്ലോ എന്ന് തമ്മിൽ അവര് പിറുപിറുത്തുപോയി. അവൻ അത്രയും ആ സാഹചര്യത്തിലും ആ കടലിനെ ശാന്തമാക്കിയിട്ടും കർത്താവിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് തൻ്റെ ശിഷ്യന്മാർ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നമ്മളെ പരീക്ഷിക്കാറുണ്ടോ? ഉണ്ടോ? പരീക്ഷിക്കാറുണ്ടോ ദൈവം? ഉണ്ട്. ദൈവം പരീക്ഷിക്കുമോ? ഉണ്ട്, പരീക്ഷിക്കും. ദൈവം പരീക്ഷിക്കുമോ? ദൈവമാണോ പരീക്ഷിക്കുന്നത്? അല്ല, പിന്നെ ആരാ? പൈശാചിക ശക്തികൾ. അതെ, ഒരിക്കലും ദൈവം നമ്മളെ പരീക്ഷിക്കുകയില്ല. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുന്നുണ്ട്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമുള്ളവരായിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പലരും നമ്മളെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഈ സാഹചര്യങ്ങളിലൊക്കെയും ഒരിക്കലും അത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതല്ല, സാത്താന്റെ പൈശാചികമായ പോരാട്ടങ്ങളാണ് നമ്മളിവിടെയൊക്കെയും കാണുവാൻ സാധിക്കുന്നത്. ഇയ്യോബിനെ പരീക്ഷിച്ചത് ഒരിക്കലും ദൈവമല്ല, സാത്താനാണ് പരീക്ഷിച്ചത്. സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അവൻ നിന്നെ അവിശ്വസിക്കുമെന്ന്. ആ സാഹചര്യത്തിൽ ദൈവം പറയുന്നു, അവന്റെ ഏതും നിനക്ക് ഉപയോഗിക്കാം, പക്ഷെ അവന്റെ ദേഹത്തോ അവന്റെ ആത്മാവിലോ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന്. അവനുള്ളതൊക്കെയും നഷ്ടപ്പെട്ടു, എങ്കിലും കർത്താവിൽ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനെയാണ് യോബിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികൾ വന്നാലും പതറാതെ ദൈവത്തെ വിളിക്കുമ്പോൾ ഒരിക്കലും അവൻ നമ്മളെ കൈവിടുകയില്ല. സാത്താന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടാതെ കർത്താവായ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിന് സമയമോ കാലമോ ഒന്നുമില്ല. ഏത് സമയങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഒരാവശ്യം വരുമ്പോൾ മാത്രം കർത്താവിനെ വിളിക്കാതിരിക്കുക. എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥനയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവിൽ ഉണർവുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക്
കിട്ടുന്ന ഓരോ വാക്യങ്ങളും വചനങ്ങളും നിനക്ക് എന്ത് ആവശ്യമുണ്ട് എന്ന് ഉള്ളത് നമ്മുടെ ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം ദൈവം അരുളി ചെയ്യുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെയിരിക്കുകയില്ല. നിന്റെ ആവശ്യങ്ങൾക്ക് അവൻ മറുപടി ഉറപ്പായും തരും. നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ പ്രതികൂലങ്ങളിൽ നീ ഒന്ന് പ്രാർത്ഥിച്ച് തിരുവചനം ഒന്ന് എടുത്താൽ ഉറപ്പായും അതിനുള്ള മറുപടി ആ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് ജീവിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ വീട്ടില് കുടുംബ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. നമ്മൾ ഓരോരുത്തരും പല ജോലികളിൽ ബിസി ആയിട്ടുള്ളവരാണ്. 8 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഈ ഓരോ സാഹചര്യങ്ങളിലും ഈ 12 മണിക്കൂർ കഴിഞ്ഞ് വന്ന് അല്പനേരം നിന്റെ ദൈവത്തിന് വേണ്ടി നീ സമയം ചെലവഴിക്കുന്നു എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. 12 മണിക്കൂർ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് നമ്മൾ ഒരു പക്ഷേ കിടന്നുറങ്ങാം, അല്ലേ? ഒരു 10 മിനിറ്റ്, ആ 12 മണിക്കൂർ ചെലവാക്കിയതിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ജീവിതത്തിലൊക്കെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. കർത്താവിൽ കൃപ ലഭിക്കുന്നവരായി ജീവിക്കുക. പ്രാർത്ഥനയുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം ഉറപ്പായും കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം എപ്പോഴും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനയോടെ ജീവിതത്തെ നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സമയം വന്ന് ചോദിക്കും, അമ്മ ഓൾറെഡി പ്രാർത്ഥിച്ചതല്ലയോ, പിന്നെ എന്തിനാ വീണ്ടും പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണെന്ന്. എത്രത്തോളം കർത്താവിൽ ചേർന്ന് ജീവിക്കുന്നോ അത്രത്തോളം ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിച്ചിരിക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ നമ്മളെ തന്നെ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ഉറപ്പായും അനുഗ്രഹം നേടുവാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഈ വചനത്തെ കേൾക്കുവാൻ അല്പസമയം ചിലവഴിക്കുമ്പോൾ അതിൽ വലിയ അനുഗ്രഹത്തെ നേടുവാൻ നമുക്ക് സാധിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഓരോ നിമിഷവും നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും സ്തോത്രം പറയുവാൻ ഒരു 10,000 സ്തോത്രം ഒരു ദിവസം പറയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓരോ സ്തോത്രം പറയുമ്പോഴും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് കൂടുതൽ ചേരും. കേൾക്കുന്നില്ലല്ലോ. കൊച്ചമ്മ മ്യൂട്ടായേ. കൊച്ചമ്മ മ്യൂട്ടായി.
ഒന്നുകൂടി മ്യൂട്ട് ചെയ്തൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കാവോ? കേൾക്കുന്നില്ല. Somebody else's conversation is in. പക്ഷെ ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കുക. കേൾക്കാമോ? കേൾക്കാം കൊച്ചമ്മ. ഓക്കെ. ഹലോ, കേൾക്കാം കൊച്ചമ്മ. യു ക്യാൻ കണ്ടിന്യൂ. വേറെ ഏതോ സൗണ്ട് വരുന്നല്ലോ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉറപ്പായും നമുക്ക് അനുഗ്രഹത്തിൻ്റെതായിരിക്കും. സോ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഉറപ്പായും സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു കിട്ടും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വീണിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ആ കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തിരുവചനത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായും അനുഗ്രഹങ്ങളും നമുക്ക് നേടുവാൻ കഴിയും. നമ്മളൊക്കെയും ഈ തിരുവചനങ്ങൾ കേൾക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുവാനാണ്. ഉപേക്ഷ വിചാരിക്കാതെ കർത്താവിൽ ചേർന്ന് ജീവിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എപ്പോഴും നമ്മൾ ശ്രമിക്കുക. ഒരു ദിവസം എത്രത്തോളം സ്തോത്രം പറയാമോ അത്രത്തോളം നമ്മൾ സ്തോത്രം പറയുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. കർത്താവിൽ ചേർന്ന് ജീവിക്കുമ്പോൾ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് സാഹചര്യത്തിലല്ല, ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവിക അനുഗ്രഹം കിട്ടാനായി കാത്തിരുന്ന മാളികയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു ശിഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. അഭിമന്യ പിതാവ് നമ്മളോട് പറഞ്ഞതുപോലെ കാത്തിരിപ്പിന്റെ കാലമാണ് ഇത്. ഈ കാത്തിരിപ്പിന്റെ കാലത്തിൽ ശിഷ്യന്മാർ മാളികയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നേടിയത് നമുക്കൊക്കെയും കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രമായിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുക. കർത്താവിൽ കൃപയുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാതെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. ഏകാഗ്രമായി ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധി വന്നാലും പതറാതെ വിശുദ്ധിയോടുകൂടി. കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ബഹളമുണ്ടാക്കാം, മറ്റ് പല സൗണ്ടുകളും ഉണ്ടാകാം. എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രമായിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലം കർത്താവായ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കർത്താവിന്റെ വചനം ശ്രവിക്കുവാൻ തെരഞ്ഞെടുത്ത ഈ സാഹചര്യം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക്.
ഇവിടെ മുൻപേ പറഞ്ഞതുപോലെ ശിഷ്യന്മാരുടെ അവസ്ഥ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ഉറപ്പായും അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിച്ച് അവനിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പല അത്ഭുതങ്ങളും കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും അത്ഭുതങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ ഭദ്രാസന മെത്രാപ്പൊലീത്ത ത്രിവേണി, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും ഒരു ധ്യാനചിന്ത പോലെ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലം ഉദ്ധരിച്ചുകൊണ്ട് കാത്തിരിപ്പിനെയും സ്വർഗാരോഹണത്തെയും കേന്ദ്രീകൃതമാക്കി പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ ചൈതന്യം ശിഷ്യന്മാരുടെ മധ്യത്തിൽ എപ്രകാരം കടന്നു വന്നുവോ അതിന്റെ തിളക്കവും വെളിച്ചവും അതിന്റെ പൊരുളും എന്തായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശാന്തമായി ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എഴുതി ചേർത്ത പ്രിയപ്പെട്ട സ്റ്റിജി സാമുവൽ കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇന്ററപ്ഷൻ വന്നിട്ട് പോലും അത് ഭംഗിയായി പൂർത്തീകരിപ്പാൻ ദൈവം കൃപയും കരുണയും നൽകുകയും ചെയ്തു. ആമുഖവാക്കിൽ തിരുമനസ് നമുക്കെല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനയും സമർപ്പിച്ചു. ഒപ്പം സ്വർഗാരോഹണത്തിന്റെ പൊരുൾ അത് നമ്മൾ എങ്ങനെ സ്വാംശീകരിക്കണം എന്ന ഒരാമുഖവും ബലഹീനനായ ഞാനും കൂട്ടിച്ചേർത്തു. കുടുംബജീവിതത്തിൽ നിന്നാണ് ഈ ധ്വനികളും വെളിച്ചവും ലോകത്തിലേക്ക് കൈമാറേണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ പിറവിയെടുക്കുന്നത് കുടുംബത്തിലാണ്. ദൈവം നൽകുന്ന കുഞ്ഞിനെ സഭയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വൈദികനെ ഏൽപ്പിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ആ കുഞ്ഞിനെ ആശീർവദിച്ച് മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിക്കുകയാണ്. ഇത് വളർത്തുവാനുള്ള കടമ ദൈവം തെരഞ്ഞെടുക്കുന്ന മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്നു. ആ ശക്തമായ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവത്തോട് നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രസക്തിയെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടും ഒപ്പം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഒരു ഉണർത്തുപാട്ട് പോലെ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് അവതരിപ്പിച്ചു. കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സഭാജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വളർന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മാതൃദിനം നമ്മൾ ആചരിച്ചു. മാതൃദിനം ആചരിക്കുമ്പോഴും അതിന് രണ്ട് വശമുണ്ട്. ഏത് കാര്യത്തിനും അതിൻ്റെ ഒരു സ്പിരിച്വൽ തിയറിറ്റിക്കൽ എലമെന്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ട്. ഒപ്പം അതിനൊരു സെലിബ്രേറ്റീവ് മൂഡുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ചെയ്തൊരു കാര്യം കാണും. അതിന്റെ സെക്കൻഡ് പാർട്ട് സെലിബ്രേറ്റീവ് കണ്ടന്റ്. മാതൃദിനം ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുറത്തു പോയാ കഴിക്കുന്നത്. ഞാനും കഴിഞ്ഞ ഞായറാഴ്ച മാതൃദിനം ആഘോഷിക്കുന്ന ഗ്രൂപ്പിന്റെ കൂടെയല്ല, ഒരു വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞപ്പം ഞാനും പെട്ടെന്ന് എന്നെ ക്രമീകരിച്ചതാണ്. ഞാൻ പോയി 2-3 റെസ്റ്റോറൻറ്റിൽ പോയിട്ടും അവിടെ ക്യൂ ആയിരുന്നു. എല്ലാവരും ആഘോഷിക്കാൻ വന്നത്, മാതൃദിനം ആഘോഷിക്കാൻ വന്ന് വീട്ടിലെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് പുറത്തുപോയി മറ്റാരോ നിർമ്മിച്ച ഭക്ഷണം കഴിച്ച് മാതൃദിനത്തിന്റെ സായുജ്യം കണ്ടെത്തി. അത് നമുക്കൊരു വലിയ സന്തോഷം. അങ്ങനെ പോകുന്നു. എന്നെ ആരും കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര സങ്കടം, കൊണ്ടുപോയാൽ സങ്കടം. ഞാൻ പറയും അതിലും നല്ലതാണ് അമ്മയോടൊപ്പം നിന്ന് അവരെല്ലാവരും കൂടെ കുക്കിംഗ് പഠിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാതൃകാ ദിനം. അമ്മയോടൊപ്പം നിന്ന് പ്രാർത്ഥനാ ജീവിതം ഒന്നും കൂടെ ഒരു ഇന്റൻസീവ് കോച്ചിങ് പോലെ അമ്മയിൽ നിന്ന് ലഭിക്കാമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് മാതൃദിനം. അമ്മയോടൊപ്പം ഇരുന്ന് അല്പസമയം പ്രാർത്ഥിക്കുമെങ്കിൽ
അതിനെ ഞാൻ സ്നേഹപൂർവ്വം വിളിക്കും മദേഴ്സ് ഡേ. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്നല്ല, അതിൻ്റെ ഭാഗമായി ഭക്ഷണം പുറത്തോ വീട്ടിനുള്ളിലോ ഒക്കെ കഴിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഈ മാതൃദിനം അനുഗ്രഹീതമാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഈ അമ്മ നമുക്ക് നൽകിയ ചില അടയാളപ്പെടുത്തലുകളുണ്ട്. അത് കൂടുതലും നിർവഹിക്കപ്പെട്ടത് അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അതിനോടൊപ്പം അപ്പൻ്റെയും ശക്തമായ പ്രേരണയും പ്രാർത്ഥനയും നമുക്ക് ലഭിച്ചു. അതിൻ്റെ തെളിമയാണ് നമ്മൾ ഇന്ന് ദൈവത്തോട് അടുത്ത് നിൽക്കാനുള്ള ഒരു ഇമോഷണൽ കണ്ടന്റ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ അഭിമന്യ തിരുമേനിയോടൊപ്പം വൈകിട്ട് അരമനയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്രകാരം വളർത്തിയെടുക്കണമെന്നുള്ള ചിന്തയൊക്കെ പങ്കുവച്ചു. ശക്തമായ നല്ല ആശയങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതൊക്കെ തിരുമേനി പറഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, പണ്ടൊക്കെ ദൈവവിചാരം അടിസ്ഥാനപരമായി അതൊരു വൈകാരിക അടിസ്ഥാനത്തിലുള്ള വിശ്വാസ സംഹിതയാണ്. വൈകാരിക തലം അതിനുണ്ട്. അതുകൊണ്ട് ദൈവവിചാരം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആവും. കണ്ണുനീര് വരും. പ്രാർത്ഥനയിൽ നമുക്ക് നിശബ്ദമായിട്ടിരിക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും, നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ പോലും നമ്മൾ ഇറങ്ങി ഓടുകയില്ല. മൊബൈൽ വന്നാൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. ലാൻഡ് ഫോൺ ആണെങ്കിൽ പോയി ഇത് എടുക്കത്തില്ല. അങ്ങനൊന്നും ഒന്നും ഇല്ലായിരുന്നു. ഏകാഗ്രമായി വൈകാരിക പശ്ചാത്തലത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ നിമിഷത്തിലാണ് ഭവനങ്ങളിൽ പ്രാർത്ഥന നടന്നത്. അത് തന്നെയായിരുന്നു ദേവാലയത്തിൽ. ഇപ്പം നമ്മൾ എഴുതി വെക്കാൻ തുടങ്ങി. പണ്ടാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ചെരുപ്പ് കൂടി വെക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഇടയ്ക്ക് കുറച്ച് നാൾ എല്ലാ പള്ളിയിലും എഴുതി വെച്ചിരുന്നു, പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. ഇനിയിപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും വൈഫൈ പള്ളിക്കകത്ത് തന്നെ ഉണ്ട്. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ പാസ്വേഡും ഉണ്ട്. തുബ്ദേന്റെ സമയം അന്ന് നടക്കുന്ന കളിയുടെ സ്കോർ നോക്കാനുള്ള സമയമാണ് എന്നാണ് കുട്ടികളൊക്കെ പറയുന്നത്. പ്രസംഗ സമയം എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് ഗെയിം കളിക്കാനുള്ളതാ. ഇങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടുന്നത്, ഇറ്റ് സ്ട്രെങ്തൻസ് അവർ സ്പിരിച്വൽ ബോണ്ട് ബിറ്റ്വീൻ അസ് അലോങ് വിത്ത് ബിറ്റ്വീൻ ദ ക്രീച്ചർ ആൻഡ് ദ ക്രിയേറ്റർ. ആ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ദൈനംദിന ജീവിതത്തിൽ പുനഃസ്ഥാപിക്കാൻ വീണ്ടും നമ്മൾ കൈ കഴുകുന്നു, എപ്പോഴും കുളിക്കുന്നു, അല്ലെ വസ്ത്രം കഴുകുന്നു, പല്ല് തേക്കുന്നു. ഇതെല്ലാം റിപ്പീറ്റഡ് തിങ്സാണ്, സൈക്ലിക് പ്രോസസ്സാണ്. ഇതുപോലൊരു സൈക്ലിക് പ്രോസസ്സ് നമുക്ക് ഭവനത്തിൽ ആവശ്യമുണ്ടെന്ന്, അതിൻ്റെ അനിവാര്യത വൈകാരികമായ പശ്ചാത്തലത്തിൽ പഠിക്കാൻ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്ന ഒരാഴ്ചയാണ് ഈ കാത്തിരിപ്പിന്റെ സമയം. അതല്ലാതെ ഇതിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നത് 50 ദിവസം നമ്മളിങ്ങനെ നോമ്പ് നോറ്റു, പിന്നീടുള്ള 50 ദിവസം ഒരു റിലാക്സേഷൻ ടൈമാണ്. തെറാപ്പി അങ്ങനെയാ പോകുന്നത്. എന്തും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, എന്തും സംസാരിക്കാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആകെ ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന് പറയണം, തിരിച്ച് ഇൻഡീഡ് ഹി ഈസ് റിസൺ, ഇത്രയും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായി. പക്ഷെ അതിലൂടെ നമ്മൾ നിലനിർത്തിയ ഒരു സ്പിരിച്വാലിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് വളരാനുള്ള സന്ദർഭമാണ്. അതിന്റെ പരിസമാപ്തിയാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അതിൽ നിന്ന് പിന്നീട് പോകുമ്പം ബുധനും വെള്ളിയും ഇനിയിപ്പോൾ ഉപവാസം വരുവോ, വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നല്ല പറയേണ്ടുന്നത്. അതിലേക്ക് വീണ്ടും വളരാൻ എനിക്ക് ദൈവം ഒരു കൃപ നൽകിയല്ലോ. സോ ഇറ്റ് സ്ട്രെങ്തൻസ് അവർ ബോൺസ്, ദ സ്പിരിച്വൽ ബോൺസ്. അതോടൊപ്പം തന്നെ we need to reconfirm and restructure and reinforce the spiritual foundation of prayer in our life. കൂടുതൽ വർദ്ധിക്കുക. നമ്മൾ ഓരോ വർഷവും ഈ മുഖത്തിന്റെ സൗന്ദര്യം കൂടാനാണോ കുറയ്ക്കാനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? മറുപടി നിങ്ങൾ പറയേണ്ട, എനിക്ക് തന്നെ എൻ്റെ കാര്യം ഞാൻ തന്നെ പറയാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ മുഖൈശ്വര്യവും മുഖത്തിന്റെ സൗന്ദര്യവും നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ എക്സ്റ്റേണൽ കാര്യം തേക്കാൻ പറഞ്ഞാലും അതിന് നമ്മൾ ഇഷ്ടമാണ്. ഇത് സ്പിരിച്വൽ കണ്ടന്റിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കുകയെ. ഇതുപോലൊരു ആഗ്രഹം സ്പിരിച്വാലിറ്റിക്കകത്തുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് എ ഫൗണ്ടേഷൻ ഇൻ യുവർ ഫാമിലി. വീണ്ടും ഇറ്റ് ഡിമിനിഷസ് the conflict in family, and also we will get an opportunity to make resolutions. വീട് ആകുമ്പം ഇപ്പം ഞാൻ ശനിയാഴ്ച ഒരു കല്യാണം ആശീർവദിച്ചു. അവരെന്നെ കാണാൻ അല്പം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അവരോട് പറയാൻ ഉദ്ദേശിച്ച് എത്രേ ഉള്ളൂ, വലിയ ഉപദേശമൊന്നും കൊടുത്തില്ല. ആരെയും കുറച്ച് ഉപദേശം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ എന്ന് കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. കാര്യം ഇനി ഉപദേശം ആവശ്യത്തിന് കൊടുത്തല്ലോ, ഇനി എന്തിനാ വീണ്ടും ക്യാപ്സുകൾ തരുന്നതെന്നുള്ള അർത്ഥത്തില്ല. പക്ഷെ അവർ കേട്ടു. 1 മണിക്കൂറോളം ഞങ്ങളൊരു ഇന്ററാക്ഷൻ നടത്തി. അപ്പൊ ആ സന്തോഷം നിലനിർത്താൻ നമുക്കാവുന്ന അത്രയൊക്കെ സാധിക്കും. പക്ഷെ ഇൻ ബിറ്റ്വീൻ
കോൺഫ്ലിക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും, ചാലഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ടാകും. അതിനെയൊക്കെ ഒരു റെസൊല്യൂഷനിലേക്ക് എത്തിക്കണമെങ്കിൽ വി നീഡ് ദ കൾച്ചർ ഓഫ് പ്രെയർ. വീണ്ടും ഇത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഉൾപ്പെടുത്താനും പറ്റണം. പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. പള്ളിക്കകത്ത് നമുക്കൊരു നല്ല മാലാഖയുടെ ലുക്കാണ്, പക്ഷെ പള്ളിക്കകത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ പള്ളിമുറ്റത്ത് കണ്ട ഇവനെന്തിനാ ഇവിടെ വന്നേ? അപ്പോഴത്തേക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡൗൺ ആയി. എല്ലാം ഹൈ ലെവലിൽ ഫുൾ ബാറ്ററിയിലോട്ട് എത്തിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആകുന്നെങ്കിൽ വി ഹാവ് ദ ഫീലിംഗ് ഓഫ് ഇൻബാലൻസ് ഇൻ സ്പിരിച്വൽ മെച്യൂരിറ്റി. ഇതെല്ലാം അതിജീവിക്കാൻ ദൈവം നൽകുന്ന ഒരു വലിയ പ്രവേശന കവാടം, ഓർ എ ഫൗണ്ടേഷൻ സ്റ്റോൺ ദാറ്റ് ഈസ് നോൺ ആസ് പ്രെയർ ലൈഫ്. അതിന് മുഖാന്തരമായൊരു രംഗമാണ് നിങ്ങൾ നഗരം വിട്ടു പോകാതെ യെരുശലേമിൽ തന്നെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം. സോ ഇറ്റ് മേക്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻറിച്ച്നെസ് ഓഫ് പ്രെയർ ഇൻ അവർ ലൈഫ്. ഇത് ബോധ്യപ്പെടാനുള്ളൊരു സമയം കൊച്ചമ്മ ഇങ്ങനെ ടോൺ വേരിയേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചോദ്യങ്ങൾ അമ്മ കൊച്ചുങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെയായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, പറഞ്ഞ് അവസാനം അത് അവസാനിപ്പിച്ചു. നമ്മൾ വിചാരിക്കും ഒന്നും പറഞ്ഞില്ലെന്ന്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഗൗരവപരമായ കാര്യമാണ്, ദൈനംദിന ജീവിതത്തിലുള്ള കാര്യമാണ്. കൊച്ചമ്മ മറ്റൊരു രാജ്യത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിനും ഈ നല്ല ആശയങ്ങളുടെ പൊരുൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടാനൊരു അവസരം തന്നതിനുമുള്ള സന്തോഷം അറിയിക്കുന്നു. കേട്ടവർക്കെല്ലാം ഇത് നന്മയ്ക്കുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വിത്തിന്റെ പാകപ്പെടുത്തലായി തീരട്ടെ. അത് വളർച്ച പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ വീര്യത്തിൽ നിറഞ്ഞ ആരോഗ്യമുള്ള കൃപയുള്ള ഭവനങ്ങളായി തീരട്ടെ. എന്നെയും കൂടെ ഇതിനകത്ത് ക്ഷണിച്ചതിനുള്ള സന്തോഷം പ്രത്യേകിച്ച് ഷിനി കുര്യൻ, നമ്മുടെ ജനറൽ സെക്രട്ടറി, വളരെ ആക്റ്റീവ് ആൻഡ് വൈബ്രന്റ് ജനറൽ സെക്രട്ടറി, എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ടും എലിസബത്ത് ആൻറ്റി നാട്ടിലാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് വീഡിയോ ഓണാക്കി എലിസബത്ത് ആൻറ്റി നമുക്ക് കാണാം. ബാക്കി എല്ലാവരും വീഡിയോയ്ക്കുള്ളില്ല. അത് കൃത്യമായിട്ട് ആൻറ്റി ചെയ്യുന്നു. എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിവന്യ തിരുമേനിയും ബഹുമാനപ്പെട്ട ഐസക്കച്ചനും സ്റ്റിജി സാമുവൽ കൊച്ചമ്മയും കൂടെ നമുക്ക് വചനങ്ങൾ ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കാൻ വചനങ്ങളും 1000കണക്കിന് സ്തോത്രവും പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പ്രാർത്ഥനയും നമുക്കുണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പാവാതിരുമേനിയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസെ തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സമർപ്പിക്കുന്നു. 2009 മുതൽ നമ്മുടെ മാർത്തമറി സമാജത്തിന്റെ ഭാരവാഹികളായ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാ ഭാരവാഹികളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സ്ഥിതി ശാമുവൽ കൊച്ചമ്മയും അച്ഛനെയും മക്കളെയും സമർപ്പിക്കുന്നു. പുതുതായി സേവനം അനുഷ്ഠിക്കാൻ പോകുന്ന എല്ലാ തിരുമേനിമാരെയും, ഇടവക പുരോഹിതന്മാരെയും, സെമിനറിയൻസ്, ആൾട്ടർ ബോയ്സ്, കടന്നു വരുന്ന ആനുവൽ കോൺഫറൻസ് എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ മദേഴ്സ് ഡേയെ പറ്റി പ്രത്യേകമായി പറഞ്ഞു. അമ്മമാരായിരിക്കുന്നവരും പ്രത്യേകിച്ച് അമ്മ എന്നും ഉള്ള സ്ഥാനം ലഭിച്ചില്ലെങ്കിലും അനേകരുടെ മാതാവായിരുന്നിട്ടും പലവിധത്തിലുള്ള ഭാരങ്ങൾ വഹിക്കുന്നവരായിട്ടുള്ള അമ്മമാരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരെ, അമ്മമാർ നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിന്റെ കതിരുകൾക്കായുള്ള പെരുന്നാൾ ദിനമാണല്ലോ. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോഹണം കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മകൾ ക്ഷമിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുമെന്നും, ദ്വേഷമൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ അസൂയ, പക, ഈർഷ്യ, മറ്റുള്ളവരെ കുറ്റം പറയും, ഞാൻ എന്നുള്ള ഭാവം, എനിക്കുള്ള മഹത്വം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാരിരുന്നത് പോലെ ഇന്ന് അഭിമന്യ തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാം നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരേ ആത്മാവിൽ തലകൾ ഉണക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ സെമിനേറിയൻസിനെ, ആർട്ട്സിനെ എല്ലാവരെയും സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും
അൽമായരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ചൻ, VC വർഗീസ് കോർപ്പിസ്കോപ്പാച്ചൻ, ശാന്ത തോമസ്, സണ്ണി, തമ്പി സക്കറിയ, മാമൻ സ്കറിയ, വത്സമ്മ, കുര്യനച്ചായൻ, എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. അനേക സിക്കായിട്ടുള്ളവർ അനേക റിക്വസ്റ്റുകളുണ്ട്. എല്ലാ ഒന്നിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദേവതബ്രാനെ അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം നമ്മളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നിരത്തുകയല്ല. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ ആ ശക്തി വെളിപ്പെടുത്തണമേ എന്ന് ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധാത്മത ശക്തി വെളിപ്പെടുത്തുകയും അതോടൊപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുകയും ഉള്ള അവസ്ഥയിൽ നമുക്ക് സമാധാനത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യും നമുക്ക് വിശ്വസിക്കാം. ബർത്ത്ഡേ ആയിരുന്ന സൂസന്ന ആൻഡ് ഗബ്രിയേൽ, സിനി ജോർജ് ഫ്ലോറിഡയുടെ റീജിയണൽ സെക്രട്ടറി ആണ്. ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. പ്രത്യേകം പ്രാർത്ഥനയുടെ റിക്വസ്റ്റ് ഉണ്ട്. സ്വത്തോടെ അവരെ സമർപ്പിക്കുന്നു. വ്യക്തി സമാധാനം, കുടുംബ സമാധാനം, സഭയുടെ സമാധാനം, ലോക സമാധാനം പ്രത്യേകമായി സമർപ്പിക്കുന്നു. സെയിന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായി ചാർജ് എടുക്കുന്ന പ്രൊഫസർ സൂസൻ ഏലിയാസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ടീമിനെ ഓർത്ത് പ്രത്യേകം സ്വയം ജീവിതം ത്യാഗപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ജനറേഷനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. പല വിധത്തിലുള്ള ചലഞ്ചസുമായിട്ട് മുൻപോട്ട് പോകുന്നു. പലവിധ ഇന്റർനെറ്റ് പോലെയും ലഹരി അടിമയായി പോകുന്ന നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി അവര് നിരാശരായി പല പ്രാവശ്യം പരാജയപ്പെട്ടും ആഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള സ്കോർ ലഭിക്കാതെയും നിരാശയ്ക്ക് അടിമയാകുമ്പോൾ ദൈവത്തിന് നല്ല ഒരു പദ്ധതി എന്നെ കുറിച്ചുണ്ടെന്ന് ഓരോരുത്തർക്കും ഒന്ന് സമാധാനപ്പെടുവാനുള്ള അവസരം. നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വലിയ പദ്ധതിയാണ് കർത്താവിനുള്ളതെന്നൊന്ന് സമാധാനിക്കാൻ വചനത്തിൽ നിന്നും ബെക്കോസ്മ പറഞ്ഞതുപോലെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കിയാൽ നമ്മുടെ ഓരോ പ്രയാസത്തിനും ഉത്തരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ ആ ശക്തി വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് നിറവേറണമെന്ന് പ്രാർത്ഥിച്ച് സമാധാനപ്പെടാനും നിരാശപ്പെട്ട് ആത്മഹത്യാ പ്രവണതയും ഓരോ മെന്റൽ ഡിസോർഡറിലേക്കും പ്രവേശിക്കാൻ കുഞ്ഞുങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഇടയാകരുതെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വചനം, പ്രാർത്ഥന, കൂദാശ ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ അവർക്ക് ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥന റിക്വസ്റ്റുള്ള എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കോൺസെക്രേഷൻ നടത്തിയ ഡിട്രോയ് ചർച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി നടക്കാനിരിക്കുന്ന കാൽഗറി ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൈ ഐസ് വിൽ ബി ഓപ്പൺ ആൻഡ് ഇയേഴ്സ് വിൽ ബി അറ്റൻറ്റീവ് ടു ദ പ്രേയേഴ്സ് ഓഫേർഡ് ഇൻ ദിസ് പ്ലേസ്. അവിശുദ്ധമായ ആലയത്തെ സൂക്ഷിക്കുവാനും ആരാധന അനേകർക്ക് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് തീരുവാനും അനേകർക്ക് അത് അനുഗ്രഹമാകുവാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ധാരാളം സെന്റ് ഗ്രിഗോറിയസ് ചർച്ചസ് ഉണ്ട്. കാർലൻ, ഹ്യൂസ്റ്റൺ, ഡാലസ്. വിജയകരമായിട്ട് അവരുടെ എക്സ്പോ ഒക്കെ തീർന്ന ഒരു അതിശയകരമായി ദൈവം നടത്തി നന്ദി പറയുന്നു. യുദ്ധക്കെടുതിയിലിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്നവര്, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവര്, ജോലി ഇല്ലാതെ വളരെ വിഷമിക്കുന്നവര്, ലയ, അലൻ വരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവര്, പ്രഗ്നന്റ് ആയിരിക്കുന്ന മക്കളെ, പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സ്റ്റേസി, ജെറമി, മിന്നു, മറിയ. ധാരാളം റിക്വസ്റ്റുകളുണ്ട്. എല്ലാ റിക്വസ്റ്റുകളും ഇന്ന് വരെയുള്ള എല്ലാ റിക്വസ്റ്റുകളും ഒരുപോലെ സമർപ്പിക്കുന്നു. ലഭിച്ചവരും ദൈവസന്നിധിയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും മനസ്സിലുള്ള റിക്വസ്റ്റുകളും സമർപ്പിക്കുന്നു. ഒപ്പം നാം വിശുദ്ധീകരിക്കപ്പെടണമെന്നും ആത്മാവിനാൽ നിറയപ്പെടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് പോലെ ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ഓർക്കുന്നു. രാജീവ്, നമിത, സെബാസ്റ്റ്യൻ, റോഹൻ, വർഗീസ്, എബ്രഹാം, ഫിലിപ്പ്, എയ്ബൽ ഇവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഒപ്പം എല്ലാ ഭംഗിപ്പോയരെയും അഭിഷിക്തരെയും അല്ലാത്തവരെയും സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് കൃപ കൊടുക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ
പുതിയതായി ജോയിൻ ചെയ്ത മുഖ്യമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അവർ ഒരു സംസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷയായി ജോയിൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ എല്ലാ കൃപയും ഒരു ദൈവനാമ മഹത്വത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. USA, ഇന്ത്യ, വിവിധ രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെ ദൈവസന്നിധി സമർപ്പിക്കാം. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട രഞ്ജു സിസലാണ്. രഞ്ജു സിസലിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. രഞ്ജു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ആന്റി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദൈവമായ കർത്താവെ, ഇന്ന് ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനും നിന്നോട് പ്രാർത്ഥിക്കാനുമായി ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ തമ്പുരാനെ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയെ ദൈവമേ നിന്റെ തൃക്കരത്തിലേക്ക് നീ കൈനീട്ടി സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ MMESനെയും ഇതിനെ നയിക്കുന്നവരെയും ഇതിലെ ഭാഗങ്ങളായിരിക്കുന്ന എല്ലാവരെയും ദൈവമായ തമ്പുരാനെ സമർപ്പിക്കുന്നു. ദൈവമായ തമ്പുരാനെ, ഇന്നത്തെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുത്ത എല്ലാവരെയും നിന്നോട് മാധ്യസ്ഥ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച എല്ലാവരുടെയും പ്രാർത്ഥനകളെ ദൈവമേ നീ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയസിസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛന്മാരെയും കൊച്ചമ്മമാരെയും ഇന്ന് ഞങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന സിജി കൊച്ചമ്മയെയും എല്ലാ കൊച്ചമ്മമാരെയും എല്ലാവരെയും സമർപ്പിച്ച് ദൈവമായ തമ്പുരാനെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെയും പങ്കാളിയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അവരെ നല്ല മക്കളായി സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും ഉതകുന്ന നല്ല മക്കളായി അവരെ വളർത്താനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകാതെ എല്ലാവരും അങ്ങേട്ട് നല്ല മക്കളായി, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരിക എന്നാണല്ലോ കർത്താവേ നീ പറഞ്ഞിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല മക്കളായി നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് നിന്റെ മക്കളായി ജീവിക്കാനുള്ള കൃപ നീ അവർക്ക് നൽകണമേ. ദൈവമേ, അനാഥരായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവമേ അവരുടെ വിഷമഘട്ടത്തിൽ നീ അവർക്ക് തുണയായിരിക്കണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. അകലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ആരോഗ്യവും അവരെ സഹായിച്ച് അവർക്ക് ഒരു താങ്ങും തുണയുമാകാനായിട്ട് ദൈവമേ വേറെ ആരും തന്നെത്താനെ ജീവിക്കുന്നവർക്ക് വേറെ ആരും അവിടെ ഇല്ലല്ലോ. ദൈവമേ, നിന്റെ കരുണയും നിന്റെ അനുഗ്രഹവും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമേ. പ്രായമായിട്ടുള്ള എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പേർ പലവിധ രോഗങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വേദനകളാലും ബുദ്ധിമുട്ടുകളാലും സാമ്പത്തികമായ വിഷമങ്ങളാലും വലയുന്ന ഒരുപാട് മനുഷ്യർ ഹോസ്പിറ്റലുകളിൽ ആശുപത്രികളിലുണ്ട്. അവരെ എല്ലാവരെയും അവരുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവമേ താങ്ങും തുണയുമായി അവരുടെ വിഷമഘട്ടത്തിൽ അവരെ സഹായിച്ച് അവരെ രക്ഷിക്കണമേ. ദൈവമേ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾ നീതിബോധവും ശക്തിയും നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ലോകത്തെ നന്മയുടെ പാതയിലേക്ക് നയിക്കാനായിട്ട് ഉള്ള എല്ലാ കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേല ചെയ്യുന്നവരെയും സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ മക്കളാണല്ലോ. ഞങ്ങൾ സാത്താന്റെ വഴിയെ പോകാതെ എപ്പോഴും ദൈവമേ നിന്റെ മക്കളായിട്ട് ദൈവമാണ് എൻ്റെ രക്ഷ എന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിഞ്ഞ് എപ്പോഴും ദൈവത്തിൻ്റെ നന്മയുടെ പാതയിൽ നടക്കാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹവും കോട്ടയുമായിരിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ ശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും പരിശുദ്ധ പരിമള തിരുമേനിയോടും ഗീവർഗി സഹദായോടും എല്ലാവരോടും ഞങ്ങൾ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. എപ്പോഴും
എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മാതാവിൻ്റെയും എല്ലാവരുടെയും മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതം വളരെ നന്മ നിറഞ്ഞതും സമ്പൂർണവും നന്മയുടെ പാതയിലൂടെ പോകുന്നതുമായി തീരണമേ. ഇടപെടാതെ പ്രാർത്ഥിച്ച് നിനക്കെന്നും സ്തോത്രം പറഞ്ഞ് ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ മാത്രം കൊടുത്ത് ദൈവമേ, അവർ എന്തെങ്കിലും പരീക്ഷണങ്ങളിൽ അവർ ഇടപെടുമ്പോൾ അവർക്ക് അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി കൊടുത്ത് അവരെ ദൈവമേ നിന്റെ വഴിയിലൂടെ നയിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും, കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും ദൈവമേ, നിന്റെ മക്കളാണല്ലോ എല്ലാവരും. എല്ലാത്തിനും ഉപരിയായിട്ട് കർത്താവെ, നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും ദൈവമേ നീ കൈക്കൊണ്ട് എല്ലാവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ദൈവമായ തമ്പുരാനെ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും സംബന്ധിച്ചവരുടെ മേൽ, സംബന്ധിപ്പാനിരുന്നവരുടെ മേൽ, വചനം സംസാരിച്ച കൊച്ചമ്മയോടും വൈദിക ശ്രേഷ്ഠനോടും കുടുംബത്തിന് മേലും, ഞങ്ങളുടെ സഭാ ജീവിതത്തിന്റെ മേൽ, നയിക്കുന്ന തിരുമനസിന്റെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. ശൈല. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഐസക്കച്ചൻ പ്രാർത്ഥനയിൽ നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ ക്രൂശിൻ്റെ തിരുനടത്തിൽ നിന്ന് ഒഴുകുന്ന ആ ആശീർവാദം, ആ മൂറോൻ്റെ മണം, സുഗന്ധം ആസ്വദിക്കാനോ ഒരു വെള്ളിയാഴ്ച കൂടെ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ക്രൂശിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിന് ആദ്യമേ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടുത്തെ റീജിയണൽ സെക്രട്ടറിക്ക് ഒരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചത്. ആദ്യമായിട്ട് നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത വന്യ ഇവാനിയോസ് തിരുമേനി ഈ മീറ്റിങ്ങിൽ നമ്മുടെ പ്രയറിൽ നമ്മോട് ഒരുമിച്ച് പങ്കെടുക്കുകയും നമുക്ക് വേണ്ട വചനങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. തിരുമേനിയുടെ പാദപീഠത്തിൽ ഈ പ്രയറിനെ സംബന്ധിച്ച എല്ലാ നന്ദിയും തിരുമേനിയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അടുത്തായിട്ട് എബി എബ്രഹാം അച്ഛൻ ഇപ്പോൾ ഇല്ലെങ്കിലും അച്ഛനും ദൂരെ നാട്ടിലാണെങ്കിലും അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രയർ നടക്കുന്നു. അച്ഛനെയും ഈ സമയം ഓർക്കുന്നു, അച്ഛനെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഐസക് ഡി പ്രകാശൻ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ MMESൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നമുക്ക് ഓരോരുത്തരെയും നയിച്ച ഒരച്ഛനാണ്. അച്ഛനെയും ഇന്ന് കടന്നു വരുവാനും നമ്മളോടൊപ്പം ആയിരിക്കാനും ദൈവവചനത്തിൽ നിന്ന് അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ച് പലതും ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്, എങ്ങനെ നമ്മളെ നയിക്കുന്നു എന്നൊക്കെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തുകൊണ്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാത്തിരിപ്പിൻ്റെ അനുഭവം ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരാൻ അച്ഛൻ നമ്മളോട് പ്രാർത്ഥനയിൽ കൂടി ആവശ്യപ്പെട്ടു. അച്ഛനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അച്ഛനും ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രയർ കോർഡിനേറ്റർ എലിസബത്ത് ആൻറ്റി നാട്ടിലാണെങ്കിലും ഇത്ര ശുഷ്കാന്തിയായിട്ട്, ഇപ്പം നാട്ടിലെ സമയമൊക്കെ നമുക്കറിയാം, ഈ പ്രായത്തിൽ പലവിധ പ്രാരാബ്ദങ്ങളുണ്ട്, ജോലികളുണ്ട്, അസുഖങ്ങളുണ്ട്, പ്രായത്തിൻ്റെ വിഷമതകളുണ്ട്. എങ്കിലും ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം 100% ദൈവനാമ മഹത്വത്തിനായിട്ട് താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എലിസബത്ത് ആൻറ്റി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു. എലിസബത്ത് ആൻറ്റിക്കും ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഷിനി കുര്യനും ഈ പ്രയറിൻ്റെ ആദ്യ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു. ഷിനിക്കും വേണ്ട എല്ലാ ദൈവകൃപകളും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇതിനെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപകൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഓരോരുത്തരെയും ഉള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് വചനം പറഞ്ഞ അയർലൻഡിൽ നിന്നുള്ള സ്റ്റിജി കൊച്ചമ്മയും കർത്താവിൻ്റെ അലയുന്ന പടകിലെ വചനവുമായിട്ട് വന്നു. പ്രാർത്ഥനയിൽ എങ്ങനെ നമ്മൾ ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വരുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും പലവിധമായ വചനങ്ങൾ കൂടി നമ്മളെ പ്രബോധിപ്പിച്ചു.
കൊച്ചമ്മയെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഞങ്ങളുടെ ഓരോരുത്തരെ സ്നേഹാദരങ്ങൾ കൊച്ചമ്മയെ ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷകൾ ആ അയർലൻഡ് ഭാഗത്തും കൂടുതലായിട്ട് ദൈവനാമഹത്വത്തിനായിട്ട് പ്രയോജനകമായി അനേകം ആത്മാക്കൾ ആ രാജ്യത്ത് അനേകം പേര് കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ, ആ ശുശ്രൂഷയിലാകുവാൻ കൊച്ചമ്മയ്ക്കും കൃപ തരട്ടെ എന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ കൊച്ചമ്മയെ ഓർക്കുന്നു. എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രെയർ ലീഡ് ചെയ്ത് നമ്മുടെ സെന്റ് കിരീഗോസ് ഓർത്തഡോക്സ് ചർച്ച് ടാമ്പയാണ്, ഫ്ലോറിഡ റീജിയൻ. വന്യ കോറപ്പിസ്കോപ്പാച്ചനെ ഓർക്കുന്നു. ആ ഇടവകയിലെ എല്ലാ MMES മെമ്പേഴ്സിനെ ഓർക്കുന്നു. പാട്ടുപാടി ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് കൂടുതലായിട്ട് അവരുടെ സമയം, ഇത്രയും സമയം ഇതിനുവേണ്ടി ദൈവസന്നിധിയിലായിരിക്കാൻ, ഒരുങ്ങിയിരിക്കാൻ, ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ദൈവം അവർക്കും ഞങ്ങൾക്കും ഒരുമിച്ചായിരിക്കാൻ ദൈവം അവർക്ക് കൊടുത്ത അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അവരെ ഓരോരുത്തരെ ഓർക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ട് ഈ റീജിയൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്ന് എല്ലാ കൊച്ചമ്മമാരെ ഓർക്കുന്നു. സാലി കൊച്ചമ്മ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ വിവിധ ഇടവകളിൽ നിന്നുള്ള എല്ലാ MMES മെമ്പേഴ്സായിട്ടുള്ളവരുണ്ട്, അല്ലാതെ വീടുകളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും ഈ സമയം ഓർക്കുന്നു. എല്ലാവർക്കും ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും കൂടുതലായിട്ട് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ, ദൈവം കാത്തിരുന്നത് പ്രാപിക്കുവാൻ നമ്മൾ ചോദിക്കണം. ആ ചോദിക്കുമ്പം ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ കാത്തിരിപ്പാൻ ദൈവം നമ്മുടെയും ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.